ഹായ് ഹലോ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വ്ളോഗ് പറഞ്ഞാൽ ഒരു ഷോപ്പിംഗ് വ്ളോഗ് കേട്ടോ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വ്ളോഗാട്ടത്. കാരണം എന്താ വെച്ചാൽ ഒരു യാത്ര പോകട്ടോ. വേറെ ഒടുക്കല്ല, പെരിന്തൽമണ്ണക്കാണ്. ഉപ്പ വന്നുകാണ്ട് ഉപ്പ എന്നോട് പറഞ്ഞു പെരിന്തൽമണ്ണ പോവാണ്, കടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്താ സംഭവം, പെരിന്തൽമണ്ണ എന്താ നിങ്ങൾക്ക് തലവേദനയൊക്കെ ഉണ്ടാവും യാത്ര ഒക്കെ ചെയ്താലേ ഒക്കെ പറഞ്ഞിട്ടോ. സംഭവം ഒന്നും ഇപ്പോൾ പിന്നെ പറഞ്ഞു പറഞ്ഞാണ്ട് അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു പാത്രങ്ങൾ എടുക്കാനായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. കാരണം എനിക്ക് പാത്രങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പാത്രങ്ങൾ പറഞ്ഞാൽ എൻ്റെ ഒരു ലോകമാണ്. ഈ കുക്കിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്ക് അറിയാലോ, നമുക്ക് ഇഷ്ടപ്പെട്ട പാത്രങ്ങളൊക്കെ. ഇപ്പോൾ ഈ ഷോപ്പ് വരുന്നത് പെരിന്തൽമണ്ണ നമ്മൾ മയൂരിയൊക്കെ അല്ലേ, മയൂരിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ കുറച്ചും കൂടി ഒന്ന് പോകണം കേട്ടോ. മയൂരിൻ്റെ ഒക്കെ ആ റോട്ടിന് തന്നെയാണ്. അങ്ങനെ പോയിട്ട് കുറച്ചുകൂടി എത്തിയിട്ട് അങ്ങനെ ഷോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളൊരു ലോകം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എന്താ PC മെറ്റൽസ് അങ്ങനെ എന്തോ ആണ് കേട്ടോ പേര്. ഇപ്പോൾ ബോർഡൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ മയൂരിൻ്റെ കുറച്ച് അവിടെയൊക്കെ ചോദിച്ചാൽ അറിയാം. അങ്ങനെ പെരിന്തൽമണ്ണ അങ്ങനെ അതാണ് കേട്ടോ ഷോപ്പ്. ഇങ്ങോട്ട് പോയപ്പോൾ ഇപ്പം ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഉപ്പ ഇവിടുന്ന് തന്നെ കേട്ടോ സാധനം എടുക്കൽ കടിക്ക്. എന്താ ഉപ്പാക്ക് ഹോട്ടൽ കച്ചവടമാണ്. അപ്പോൾ പിന്നെ ഹോട്ടലിക്ക് വേണ്ട ഒരു വിധം പാത്രങ്ങളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് എടുക്കൽ. അപ്പം ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവരട്ടെ, ഇതുവരെ എന്നെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല. എന്നെ കൊണ്ടുവരുമ്പോൾ തന്നെ ഉപ്പാക്ക് അറിയാം എനിക്ക് പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ അത് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ എന്നോട് പറഞ്ഞിരുന്നു ആവശ്യം ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി, ഈ അനാവശ്യമായിട്ട് ഇതാകണമെന്ന് ഉപ്പാക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാരണം എനിക്ക് എന്താ ഇപ്പോൾ പാത്രങ്ങൾ പറഞ്ഞാൽ അത്ര ഇഷ്ടങ്ങൾ പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ എൻ്റെ ഇവിടുത്തെ കാക്കൂൻ്റെ ഉമ്മാക്ക് അറിയാം കേട്ടോ. കാക്കൂൻ്റെ വീട്ടിലത്തെ ഉമ്മാക്ക് അറിയാം എനിക്ക് പാത്രങ്ങൾ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ഉമ്മാനോട് അത് വേണമെന്നൊക്കെ പറയട്ടെ. കാക്കു എന്നോട് പറയാം എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് പാത്രങ്ങൾ മതിയില്ലേ അറിഞ്ഞോട്. കാരണം നമുക്ക് ഇഷ്ടമില്ലതല്ലേ നമ്മൾ വാങ്ങാം. ഡ്രസ്സിനോടൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ. പാത്രങ്ങൾ എവിടെ കണ്ടാലും ഇഷ്ടപ്പെട്ട മോഡലൊക്കെ ആണെങ്കിൽ ഞാനൊന്ന് പോയി നോക്കും കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ വാങ്ങും കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പാത്രങ്ങളെ ലോകം എന്നൊക്കെ പറയാം. ഈ ചെമ്പ് സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, വലിയ വലിയ പാത്രങ്ങൾ. ഇപ്പോൾ ഇവിടുന്ന് ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ഒരു കടയിൽ തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. പെരിന്തൽമണ്ണ അങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് തന്നെ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടുന്ന് തന്നെ സാധനങ്ങൾ എടുക്കലെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ബക്കറ്റുകളാണെങ്കിലും ഈ അലുമിനിയം ബക്കറ്റ് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വന്നതറിയോ, പണ്ട് ഞങ്ങൾ കൂടിയിരുന്ന ഉടനെയൊക്കെ അലുമിനിയത്തിൻ്റെ ബക്കറ്റ് ഉണ്ട് കേട്ടോ. അതിൽ വെള്ളമൊക്കെ നിറച്ചാലുണ്ടല്ലോ നമുക്ക് കൈ കൊണ്ടൊന്നും പൊന്തിക്കാനേ കഴിയൂല, അത്രയ്ക്ക് കാനേക്കാരട്ടത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളിപ്പോൾ എന്താ കൂടിയിരുന്നിട്ട് 20 വർഷം 21 വർഷമൊക്കെ ആയിട്ടോ. പാത്രങ്ങളൊക്കെ ഇങ്ങനെ പുതിയതായിട്ട് അങ്ങനെ വാങ്ങിക്കലാട്ടോ. എന്താ അപ്പോൾ കുറേ ഇപ്പോൾ പഴയ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഇത് വന്നിട്ട് പൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങൾ എടുത്താൽ മതി പറഞ്ഞിട്ട് അതന്നെ എടുത്തുകാണ്ട് അങ്ങനെ പോന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ വെള്ളത്തിന് തയ്ച്ചപ്പോൾ ഞാൻ ലൈമ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ലൈമ് വാങ്ങി തന്നാ കേട്ടോ. പുറത്തൊന്നും അധികം ഫുഡൊന്നും ഇപ്പാക്ക് വാങ്ങി തരലും ഇഷ്ടമൊന്നുമില്ല. പറയാനൊന്നും വീട്ടിലങ്ങനെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി പോകുന്നതല്ലേ. അപ്പം ഇനിയിപ്പോൾ ചോറ് നിന്ന സമയം ആയിട്ടില്ല കേട്ടോ, ഒരു 12 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ലൈമ് ഒരു സാൻഡ്വിച്ചൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ അവിടുന്ന് ഇപ്പോൾ ബില്ലൊക്കെ കൊടുത്തപ്പോൾ ഞാൻ എടുത്ത സംഭവമായിട്ടത്. ഇത് ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ചെറിയ അനിയൻ കൊണ്ടുവന്നുകാണ്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ശർക്കരയൊക്കെ മിക്സാക്കി കണ്ടൊരു ലഡുവിൻ്റെ പോലെ കേട്ടോ. ഇതിപ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് മധുരം എനിക്ക് കഴിക്കാൻ പറ്റൂലല്ലോ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇപ്പം അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് വെക്കാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് തന്നെ പൊട്ടിച്ച് കണ്ട് ഇപ്പാക്ക് കൊടുത്താൽ കേട്ടോ. ഇപ്പം അറിയണ്ട് ശർക്കരയും തേങ്ങയൊക്കെ ഉറ്റിയതല്ല പറഞ്ഞാണ്ട് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹോട്ടലിലേക്ക് വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ. ഇപ്പം അങ്ങനെ ഹോട്ടലിൽ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയ സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. കുറേ സാധനങ്ങൾ ഹോട്ടലിലേക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. മറ്റേ ഇതൊക്കെ നമ്മൾ ഓട്ടക്കൂരി അങ്ങനത്തെ ഒക്കെ ഹോട്ടലിലേക്ക് വാങ്ങിച്ചതാണ്. പിന്നെ ഇതില്ലേ, ഇത് നമ്മളെ ക്ലാസ്സിൻ്റെ ചെറിയ ഇതാട്ടോ, ഒരു പ്ലേറ്റ് ഇത് പറയില്ലേ. അപ്പോൾ ഇതൊക്കെ ഹോട്ടലിലേക്ക് വാങ്ങിച്ചതാണ്. ഇത് ഒന്നിന് എത്ര 35 രൂപ അങ്ങനെ എത്ര തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. ഇപ്പം അങ്ങനെ പറഞ്ഞൊരു ഓർമ്മ ഉണ്ട്, എനിക്കറിയില്ല കേട്ടോ ശരിക്കില്ല വില ഒന്നും. പിന്നെ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ പറഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാട്ടോ. വീട്ടിലില്ലാത്ത സാധനങ്ങളാണ്. ജ്യൂസ് ഗ്ലാസ്സൊക്കെ കുറേ
പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെ ജ്യൂസ് ഗ്ലാസ്സൊക്കെ വാങ്ങി തന്ന. പിന്നെ ഈ ഒരു കപ്പില്ലേ നമ്മളെ ക്ലാസ്സിൽ അങ്ങനെ ഒരു കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഈ ചൂട് കൊടുക്കാനൊക്കെ ചായ കുടിക്കുമ്പോൾ കൈ ഇതാവുമല്ലോ, അപ്പോൾ ഇങ്ങനെ പിടുത്തൊക്കെ ഇല്ല ഗ്ലാസ്. അപ്പോൾ അതങ്ങനെ 6 സെറ്റില്ലത് ഇങ്ങനെ ഒരു ബോക്സ് വാങ്ങിയതാണ് കേട്ടോ, 6 ഉള്ളത്. പിന്നെ ആ വായൻ്റെലിൻ്റെ പ്ലേറ്റ് ഉണ്ടില്ലേ, അതും ഞാൻ താത്താൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങൾ തന്നെ കേട്ടോ വാങ്ങിച്ചിട്ടുള്ളൂ, അധികമൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇത് ഓയിൽ പറ്റണത് ഞാൻ എൻ്റെ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉമ്മാക്ക് ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിച്ചാൽ കേട്ടോ. കാക്കൂൻ്റെ വീട്ടിൽ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അവിടെ ഉണ്ടോ ചോദിച്ചപ്പോൾ അങ്ങനെ ഇത് പ്ലാസ്റ്റിക് കേട്ടോ. കാക്കൂൻ്റെ വീട്ടിലത് ഓൺലൈനായിട്ട് അങ്ങനെ വാങ്ങിച്ചതേനു, അത് ഗ്ലാസിൻ്റെ ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിച്ച സാധനങ്ങളൊക്കെ, അധികമൊന്നുമില്ല, അത്യാവശ്യം കുറച്ച് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വന്നേക്കിന് ഇപ്പം എന്നോട് പറഞ്ഞു ക്ലാസ്സൊക്കെ കഴുകിക്കാണ്ട് അൾമാറിക്ക് വെക്കാൻ കേട്ടോ. കഴുകാതെ വെക്കാൻ പറ്റില്ലല്ലോ കൊടുന്നിക്കാണ്ട്. അപ്പോൾ അതിമൊക്കെ ഒരു പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴുകിക്കാണ്ട് വൃത്തിയാക്കിയിട്ട് അൾമാറിക്ക് തന്നെ വെച്ചതാട്ടോ. ഇപ്പോൾ വന്നേക്ക് തന്ന പണിയിട്ടത്. പിന്നെ ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയണ പോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.